കർഷക സുഹൃത്തുക്കളോട്, കൃഷിയിൽ ആശ്രയിക്കുന്നവരോട് ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വരുമാനത്തിനെ ആശ്രയിച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒരേ ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ ഹംസക്കയുടെ കാര്യം പറഞ്ഞതുപോലെ വരാൽ കൃഷി എന്ന് പറയുന്ന ഒരു ആശയം മനസ്സിൽ തോന്നി അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് സമീപിക്കാവുന്ന ആൾക്കാരെ സമീപിച്ചു, അതിൽ നേടാൻ പറ്റിയെന്ന അറിവുകൾ നേടി. ഇതൊരു തുടക്കമാണ്. അപ്പോൾ അതൊരു അഡീഷണൽ വരുമാനമാണ്. അപ്പോൾ അതുകൂടാതെ നെൽകൃഷിയുള്ള സമയത്ത് ധാരാളമായിട്ട് കിട്ടുന്ന വൈക്കോൽ, ആ വൈക്കോൽ വിറ്റ് കാശാക്കാതെ അതിനെ വെച്ചിട്ട് പോത്ത് കൃഷി എങ്ങനെ ലാഭകരമായിട്ട് നടത്താം. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു വരുമാനം, പോത്തിനെ വളർത്തുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ജൈവവളം അത് കൃഷിയിൽ ഉപയോഗപ്പെടുത്തുക. മീൻ വളർത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ജൈവാംശം കലർന്ന വെള്ളം നനയ്ക്കാനും വളപ്രയോഗത്തിനുമായിട്ട് ഉപയോഗപ്പെടുത്തുക. അപ്പം മുടക്കുന്ന പൈസയുടെ എല്ലാ മൂല്യവും നമുക്ക് തന്നെ ലഭിക്കാവുന്ന രീതിയിൽ കൃഷിയെ ചിട്ടപ്പെടുത്തുക. അതിൽ നിന്ന് മാക്സിമം വരുമാനം ഉൾക്കൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക.